Hi everyone, this is Abin from Evika. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ iOS 6ന്റെ ഒരു 10 പുതിയ ന്യൂ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ വരികയും അത് മറന്നു പോകാതെ നിങ്ങൾ കാണുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന iOS 6ന്റെ ഒന്നാമത്തെ ഫീച്ചറാണ് ലോക്ക് ഓറിയൻറ്റേഷൻ. അതായത് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ നമുക്ക് അടിപൊളിയായ കുറേ ഫീച്ചേഴ്സ് നമുക്കറിയാം. അതായത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, അതുപോലെ വിജറ്റ്സ് ആഡ് ചെയ്യാം. പക്ഷേ നമ്മുടെ iPhone 13, 14 സീരീസ് ഉപയോഗിക്കുന്ന ഓരോ യൂസേഴ്സിനും iOS 16 ആണ് റൺ ചെയ്യുന്നതെങ്കിൽ അവരുടെ ഫോൺ നമുക്ക് ഏത് ഓറിയൻറ്റേഷനിൽ വേണമെങ്കിലും അൺലോക്ക് ചെയ്യാൻ പറ്റും. അതായത് യൂഷ്വലി നമ്മുടെ ഫോൺ നമുക്ക് ഈ ഒരു മോഡിൽ, അതായത് നമ്മുടെ ഈ ഒരു പോർട്രേറ്റ് മോഡിലായിരിക്കും നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ മനസ്സിലാവും. ഈ ഒരു മോഡല്ലാതെ നമുക്ക് ഈ പറയുന്ന ലാൻഡ്സ്കേപ്പ് മോഡിൽ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ iPhone 13 ഒക്കെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടു നമ്മുടെ ഈ ഒരു ഡിവൈസ് ലാൻഡ്സ്കേപ്പ് മോഡിൽ അൺലോക്ക് ആവുന്നത്. ഇനി ഈ ഒരു സൈഡിലേക്ക് തിരിച്ചു വെച്ചാലും നമുക്ക് അൺലോക്ക് ആവും. ഇനി നമുക്ക് കുറച്ചും കൂടെ ചടിച്ചു വെച്ചാലും നമ്മുടെ ഡിവൈസ് അൺലോക്ക് ആവും. നമ്മുടെ iOS 16 റൺ ചെയ്യുന്ന iPhone 13, 14 സീരീസിലുള്ള എല്ലാ ഡിവൈസുകൾക്കും നമുക്ക് ഏത് ഓറിയൻറ്റേഷനിൽ വെച്ചാലും നമ്മുടെ ഐഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ രണ്ടാമത്തെ ടിപ്പാണ് ഈസി കൺവേർഷൻ. അതായത് നമ്മുടെ iOS 16 നമുക്ക് എന്ത് മാത്തമാറ്റിക്കൽ കാര്യങ്ങളും പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ കുറച്ചധികം കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം 2 ടേബിൾ സ്പൂൺ, $100, 1000 മില്ലി ലിറ്റർ, 30 ലിറ്റർ എന്ന് വേണം കുറച്ച് കാൽക്കുലേഷൻസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈ $100 സെലക്ട് ചെയ്തു. ഈ $100 സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ കുറച്ച് ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടി കാണിച്ചിടാം. ഇപ്പോൾ നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാം. 8095 രൂപ, അതായത് 8095 ഇന്ത്യൻ റുപ്പീസാണ് ഈ പറയുന്ന $100 നിന്ന് പെട്ടെന്ന് നമുക്ക് ആ ഒരു ക്യാഷ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 1000 ml നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ആ ഒരു 1000 ml എന്ന് പറയുമ്പോൾ 1 ലിറ്റർ, ആ കാര്യങ്ങളും കണക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി 30 ലിറ്റർ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ 30 ലിറ്ററിൻ്റെ ആ ഒരു മാത്തമാറ്റിക്കൽ കൺവേർഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 ടേബിൾ സ്പൂൺ എന്ന് പറയുന്ന ആ ഒരു കാൽക്കുലേഷൻ എടുത്തതിനാൽ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും എത്ര ലിറ്ററാണ്, അതായത് 0.0296 ലിറ്റേഴ്സാണ് ഈ പറയുന്ന 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞ കാൽക്കുലേഷൻസ് ഇവിടെ നമുക്ക് സുഖമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ ഈ ഒരു iOS 16 വന്ന ഒരു അടിപൊളി ടിപ്പാണ്. നമ്മുടെ മൂന്നാമത്തെ ടിപ്പാണ് സ്പോട്ട് സെർച്ച്. അതായത് നമുക്ക് എല്ലാ യൂസേഴ്സും അറിയാവുന്നതാണ് ഈ ഒരു സ്പോട്ട് സെർച്ച് ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിലൊരു ഹിഡൻ ഫീച്ചർ ഉണ്ട്. അതെന്താ അറിയാമോ? നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൽ നമ്മളിപ്പോൾ പാട്ട് പ്ലേ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാനൊരു പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാട്ടിൻ്റെ ആർട്ടിസ്റ്റ് അഥവാ ബാൻഡ് ഇമാജിൻ ഡ്രാഗൺസ് ആണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ഹോമിൽ പോയിട്ട് നമ്മുടെ ഈ ഒരു സ്പോട്ട് സെർച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പാട്ടിന് അനുബന്ധമായുള്ള റിസൾട്ട് നമ്മൾ സെർച്ച് ചെയ്യാതെ നമ്മുടെ ഈ ഒരു സ്പോട്ട് സെർച്ചിൽ വന്നിട്ടുണ്ടാകും. നമ്മൾ ഈ ഒരു സൈഡിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ ഓൾമോസ്റ്റ് ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബാൻഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ആ ഒരു ആക്റ്റീവ് ഇയർ, അതേപോലെ മ്യൂസിക്, അതായത് ഏറ്റവും ഫേമസ് ആയ ആ ഒരു ആൽബം, പിന്നെ സോഷ്യൽ മീഡിയ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഫേസ്ബുക്ക് എന്നീ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ആ ഒരു സോഷ്യൽ മീഡിയാസ്, പിന്നെ വീഡിയോസ്, പിന്നെ വെബ് ഇമേജ് എല്ലാം നമുക്ക് ഈ ഒരു സ്പോട്ട് സെർച്ചിൽ കൂടെ ഈസി ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ നമ്മൾ ഈ ഒരു ആപ്പിൾ മ്യൂസിക് മാത്രമല്ല, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ, അതായത് സ്പോട്ടിഫൈ, ബാക്കിയുള്ള ആപ്ലിക്കേഷൻസിലും നമുക്ക് ഈ ഒരു സ്പോട്ട് സെർച്ചിൻ്റെ ഈ ഒരു ഹിഡൻ ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാലാമത്തെ ടിപ്പാണ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കീബോർഡ്. അതായത് നമ്മുടെ എല്ലാ ഐഫോണിലും നമുക്ക് എപ്പോഴും കീബോർഡിൽ ഒരു ക്ലിക്കിംഗ് സൗണ്ട് ഉണ്ടാവും, പക്ഷേ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഇല്ല. അപ്പോൾ ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ശരിക്കും ആ ഒത്തൻറ്റിക് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സിലേക്ക് പോവുക. നമ്മൾ നേരെ താഴത്തേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കീബോർഡ് ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് സൗണ്ട് ഓൾറെഡി ഉണ്ടാവും. അതിൻ്റെ തൊട്ട് താഴത്ത് ഹാപ്റ്റിക് എന്ന ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ
നമ്മൾ പിന്നെ കീബോർഡ് എടുത്ത് കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു കലക്കനായിട്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. പക്ഷേ അതിൽ ആപ്പിൾ ഓൾറെഡി പറയുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററി ജ്യൂസ് കുറച്ചധികം കൺസ്യൂം ചെയ്യുന്നത് ആപ്പിൾ തന്നെ അതിൽ പറയുന്നുണ്ട്. നമ്മുടെ 5ാമത്തെ ടിപ്പാണ് നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ്. അതായത് നമ്മുടെ iOS 16 നമുക്ക് കുറേ അധികം നോട്ടിഫിക്കേഷൻസിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും അടിപൊളിയായിട്ട് വരുന്ന നമുക്ക് അല്ലെങ്കിൽ 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇതിൽ കൗണ്ട് ഉണ്ട്, സ്റ്റാക്ക് ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്. കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് കാണിക്കുന്ന പോലെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒരു ഡോട്ടും എത്ര നോട്ടിഫിക്കേഷൻസ് ആണെന്നും വരും. ഇപ്പോൾ ഈ ഒരു ഡിവൈസിൽ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ ഈ ഡിവൈസിൽ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് താഴത്ത് കാണാൻ പറ്റും 21 നോട്ടിഫിക്കേഷൻസ് എന്ന്. ഇതാണ് നമ്മുടെ ഈ പറയുന്ന കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻസ്. സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു മോഡിലായിരിക്കും സ്റ്റാക്ക് വരുന്നത്. സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് എപ്പോഴും ഈ ഒരു ഓപ്ഷനിൽ വന്ന് കിടക്കും. അതായത് ഒരു പടി പോലെ ഇങ്ങനെ കിടക്കും. പിന്നീട് നമുക്ക് വരുന്നതാണ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ. ഈ ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ആസ് യൂഷ്വൽ അറിയുന്ന പോലെ തന്നെ നമ്മുടെ ലോക്ക് സ്ക്രീനിൽ എപ്പോഴും ഈ ഒരു ലിസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് കിടക്കും. അപ്പോൾ ഞാൻ യൂഷ്വലി എപ്പോഴും എൻ്റെ ഡിവൈസിൽ യൂസ് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ് ആണ് കൗണ്ട് എന്ന് പറയുന്നത്. കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോക്ക് സ്ക്രീനിൽ ഒരു ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വന്ന് നമുക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കിടക്കില്ല. എപ്പോഴും നമ്മുടെ ഈ ഒരു ലോക്ക് സ്ക്രീൻ ക്ലീൻ ആയിട്ട് നമുക്ക് നമ്മുടെ iOS 16 യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ 6ാമത്തെ ടിപ്പാണ് ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോണ്ടാക്ട്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കോണ്ടാക്റ്റിൽ കുറേ അധികം ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാകും. നമ്മുടെ ജിമെയിൽ, നമ്മുടെ ഐക്ലൗഡിൽ നമുക്ക് കുറേ അധികം കോണ്ടാക്ട്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന കോണ്ടാക്റ്റുകളൊക്കെ കുറേ അധികം ഡ്യൂപ്ലിക്കേറ്റ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ വ്യൂ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ ഡ്യൂപ്ലിക്കേറ്റ്സ് നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഓരോ നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത് എത്ര എണ്ണമാണ്, അതൊക്കെ നമുക്ക് മേർജ് ചെയ്യണോ അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യണോ എന്നുള്ള ഓപ്ഷൻസ് നമ്മുടെ ഈ ഒരു iOS 16 നമുക്ക് കാണിക്കുന്നതാണ്. നമ്മുടെ 7ാമത്തെ ടിപ്പാണ് ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻസ് എല്ലാ കൂട്ടുകാർക്കും കാണിക്കണമെന്നില്ല. കാരണം അവരുടെ ഫോണിൽ ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഈ ഒരു ഫോൾഡർ കാണിക്കുള്ളൂ. അപ്പോൾ കുറേ അധികം കൂട്ടുകാർ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ചോദിച്ചായിരുന്നു, ബ്രോ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഡ്യൂപ്ലിക്കേറ്റ് കാണിക്കുന്നില്ല, അത് എന്തെങ്കിലും പ്രശ്നമാണോ? അത് പ്രശ്നമൊന്നും ആയിട്ടില്ല. നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഈ ഒരു ഓപ്ഷൻ കാണിക്കുള്ളൂ. അത് പ്രശ്നമോ ബഗ്ഗോ ഒന്നുമല്ല, അത് നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസിൻ്റെ കൗണ്ട് അനുസരിച്ചാണ് ഈ ഒരു കാര്യം കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിൽ മൾട്ടിപ്പിൾ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമ്മുടെ iPhone തന്നെ ഡിറ്റക്ട് ചെയ്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയ ഫോട്ടോസിലൊക്കെ എല്ലാം ഡിലീറ്റ് ചെയ്ത് നമ്മുടെ ഫോണിൽ കുറച്ചും കൂടെ സ്പേസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ 8ാമത്തെ ടിപ്പാണ് മെയിൽ സ്കെഡ്യൂളിംഗ്. അതായത് വൺ ഓഫ് ദ കിഡ്ലോസ്കി ഫീച്ചറാണ് iOS 16 നമുക്ക് ഈ വരുന്ന മെയിൽ സ്കെഡ്യൂളിംഗ്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഔട്ട് ഓഫ് കൺട്രിയിലേക്ക് ഒരു മെയിൽ അയക്കണം. ആ ഒരു സമയം അപ്പോൾ അവിടെ പകലാണെങ്കിൽ നമ്മളിവിടെ രാത്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എണീറ്റിരുന്ന് നമുക്ക് ആ ഒരു മെയിൽ അയക്കേണ്ടി വരും. പക്ഷേ ഇനി iOS 16 ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നമില്ല. കാരണം നമ്മളിപ്പോൾ ആ ഒരു മെയിൽ നമുക്ക് പ്രീ സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ഒരു മെയിൽ അഡ്രസ്സ് ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. ഒരു മെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്തു. അതിന് തൊട്ട് താഴെ നമ്മൾ സബ്ജക്റ്റ് ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് എന്തെങ്കിലും ഒരു കോണ്ടൻറ്റ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ഒരു സെൻഡ് ബട്ടണിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്കിവിടെ 4 ഓപ്ഷൻസ് ഇപ്പോൾ കാണിക്കും. അതിൽ ഒന്നാമതാണ് സെൻഡ് നൗ, രണ്ടാമത്താണ് ടുനൈറ്റ് 9 PM, മൂന്നാമത്താണ് ടുമാറോ 8 AM, നാലാമത്താണ് സെൻഡ് ലേറ്റർ. ഈ ഒരു 4ാമത്തെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ദിവസം ഏത് സമയം അയക്കണമെന്ന് കറക്റ്റായിട്ട് സ്കെഡ്യൂൾ ചെയ്ത് വെച്ച് ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു മെയിൽ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ഡിവൈസിൽ നിന്ന് നമുക്ക് സെൻഡ് ആവുന്നതാണ്. നമ്മുടെ 9ാമത്തെ ടിപ്പാണ് ഈ പറയുന്ന കൺട്രോൾ നിയർ ബൈ ഡിവൈസ് എന്ന് പറയുന്നത്. നമ്മുടെ iOS 16 WatchOS 9 അതേപോലെയുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇരിക്കുന്ന ഡിവൈസുകൾക്കൊക്കെ ഒരു സിംഗിൾ ഓപ്പറേറ്റിംഗ് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പോൾ എൻ്റെ ഈ ഫോണോട് വെച്ചു, അതിനുശേഷം ഞാൻ എൻ്റെ ഒരു വാച്ച് കൊണ്ട് ഞാൻ ഈ ഒരു ഫോണിനെ കൺട്രോൾ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടുന്ന് സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ കുറച്ചൊന്ന് താഴത്തേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കിവിടെ ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ഈ ഒരു ആക്സസിബിലിറ്റി ടാപ്പ് ചെയ്യുക. അവിടെ നിന്ന് താഴത്തേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും കൺട്രോൾ നിയർ ബൈ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ. അത് നമ്മൾ ടാപ്പ് ചെയ്യുക.
അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ആ ഒരു ഡിവൈസ് ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഇവിടെ കാണാം എബിൻസ് iPhone 11 എന്ന്. അത് ഞാൻ ടാപ്പ് ചെയ്തു. അത് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ആപ്പിൾ ഐഫോണിലേക്ക് നമുക്ക് ഈ പറയുന്ന കണക്ഷൻസ് വന്നിട്ടുണ്ടാകും. ഇപ്പം ഞാനിവിടെ എന്തെടുക്കുക, ഞാനിപ്പോൾ റീസെൻറ്റ് ആപ്സ് എടുക്കാം. റീസെൻറ്റ് ആപ്പ് ഞാൻ ടാപ്പ് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ ആ റീസെൻറ്റ് ആപ്പ് എടുക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഡിവൈസിൽ റീസെൻറ്റ് ആപ്സ് വന്നിട്ടുണ്ട്. ഹോം ബട്ടൺ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡിവൈസിന് ഹോം ബട്ടൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ കൺട്രോൾ സെൻറ്റർ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കൺട്രോൾ സെൻറ്റർ വന്നിട്ടുണ്ട്. അത് ഞാൻ മാറ്റുകയാണ്. ഇനി എനിക്ക് സിറി ആക്ടിവേറ്റ് ആണെങ്കിൽ സിറി ഞാൻ ടാപ്പ് ചെയ്ത് ഇവിടെ സിറി വന്നിട്ടുണ്ട്. ഇനി എനിക്ക് വേറെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് നോക്കണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ടാപ്പ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസും വന്നിട്ടുണ്ട്. ഇതാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പും കൂടെ ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ ആപ്പിൾ വാച്ച് ഉപയോഗിച്ച് നമ്മുടെ ഐഫോൺ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഐഫോൺ മാത്രമല്ല, നമുക്ക് 2 ഡിവൈസ് ഉണ്ടെങ്കിൽ 2 ഡിവൈസും iOS 16 ആണ്. അതേപോലെ 2 ഡിവൈസും സെയിം ആപ്പിൾ ID ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷൻസ് ആ 2 ഡിവൈസിലും യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പാണ് ടെക്സ്റ്റ് ഡിറ്റക്ഷൻ ഇൻ വീഡിയോ. നമ്മുടെ ഇത്രയും നാളുള്ള iOS 15 ജീവിതത്തിൽ നമുക്ക് ഓരോ ടെക്സ്റ്റും നമ്മുടെ ഫോട്ടോസിൽ നിന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ പറയുന്ന വീഡിയോസിൽ നിന്ന് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇനി മുതൽ നമുക്ക് ആ ഒരു ടെൻഷൻ വേണ്ട. നമ്മുടെ iOS 16 വീഡിയോസിൽ നിന്ന് നമുക്ക് ടെക്സ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അതിനൊരു എക്സാമ്പിൾ കാണിച്ചത്. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറേ ടെക്സ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ഞാനിപ്പോൾ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസിൽ പിടിക്കുക, ഒന്ന് സൂമിൻ ചെയ്യുക, അതെന്നെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ ആ ഒരു വീഡിയോയിൽ നിന്ന് എനിക്ക് ആ ഒരു ടെക്സ്റ്റ് സൂപ്പറായിട്ട് ഡിറ്റക്ട് ചെയ്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വീഡിയോസിൽ നിന്നും ഇപ്പോൾ ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് നമ്പറോ അല്ലെങ്കിൽ അഡ്രസ്സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ പോസ് ചെയ്ത് ഇതേപോലെ ടെക്സ്റ്റ് ഡിറ്റക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് സിമ്പിളായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു iOS 16 ഏറ്റവും അടിപൊളി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയധികം കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഒരു വീഡിയോസൊക്കെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു വീഡിയോ അവർക്ക് നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും, അതേപോലെ എനിക്കും ഹെൽപ്ഫുൾ ആവും. പിന്നീട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതല്ല, നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Erica.